ഇടുക്കി ഇടമലക്കുടിയിൽ നിന്ന് വീണ്ടും രോഗിയെ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചു. കീഴ്വലയം പാറക്കുടി സ്വദേശി രാജാത്തെയാണ് 4 കിലോമീറ്റർ മഞ്ചലിൽ കെട്ടിച്ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നത്. ആൽവിൻ തോമസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആൽവിൻ, ഈ ഇടമലക്കുടിയിലെ യാത്രാ ദുരിതം നമ്മൾ തന്നെ നിരവധി തവണ വാർത്തയാക്കിയതാണ്. ഇപ്പോഴും ആ ദുരിതത്തിന് ഒട്ടും പരിഹാരമായിട്ടില്ല. എന്താണ് ഇപ്പോൾ ഉണ്ടായത്? കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 3 പേരെയാണ് ഇത്തരത്തിൽ ചുമന്നുകൊണ്ട് ഇടമലക്കുടിക്ക് പുറത്തേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകേണ്ട സ്ഥിതി ഉണ്ടായത്. ഇന്ന് ഉണ്ടായ സംഭവമാണിത്. കീഴ്വലയ പാറക്കുടി സ്വദേശി രാജാത്തി എന്ന യുവതിയെയാണ് കടുത്ത പനിയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് അടിയന്തര ചികിത്സയ്ക്കായി പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അവിടെ നിന്ന് 4 കിലോമീറ്ററോളം ചുമന്നാണ് ഇടുക്കിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, ഇടമലക്കുടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ യുവതിയെ എത്തിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഇപ്പോൾ രോഗിയെ മൂന്നാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവരുടെ കാലങ്ങളായുള്ള വഴി എന്ന ആവശ്യവും ഒരു പാലം എന്നുള്ള ആവശ്യവുമാണ് അവരുടെ ആവശ്യമായി നിലനിൽക്കുന്നത്. അതിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്ഥിതിഗതിയിൽ നിന്ന് മാറ്റമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഓരോ തവണയും നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ ഇടമലക്കുടിയിൽ നിന്ന് അസുഖബാധിതരായി വരുന്നവരിൽ രോഗബാധ ഉണ്ടായാൽ അടിയന്തര ചികിത്സ നൽകണമെങ്കിൽ മണിക്കൂറുകളോളം മഞ്ചൽ കെട്ടി ചുമന്നുകൊണ്ട് പോകേണ്ട സ്ഥിതിയാണ് എന്നുള്ളത്. നമ്മൾ കാണാവുന്നത് പോലെ ഒരു പുഴ പോലും മണലിയാർ പുഴയാണ്. മണലിയാർ പുഴ കടന്നാണ് അവർ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത് ഈ രോഗിയെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിന് കുറുകെ ഒരു പാലം വേണമെന്നുള്ളത് കാലങ്ങളായി അവരുടെ ആവശ്യമാണ്. അതിപ്പോഴും സാധ്യമായിട്ടില്ല എന്നതാണ് ഇത് ഈ ദുരിതത്തിന്റെ ഏറ്റവും വലിയ കാരണമായി നമുക്ക് കാണേണ്ടത്. ഏതായാലും ഈ യുവതിയെ, ഇപ്പോൾ രാജാത്തി എന്ന യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മൂന്നാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ശരി, ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.